ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പിക്ക് കാണുമ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടാവും, ആയുർവേദമായിട്ട് എന്തൊക്കെയോ ബന്ധമുള്ള ഒരു വീഡിയോ ആണ്, എന്തൊരു ന്യൂസാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആയുഷ് മിഷനിലാണ് നിയമനം. ദേശീയ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പിസ്റ്റ് പുരുഷ വിഭാഗത്തിലും അതുപോലെ തന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഇതാണ് ചുരുക്കത്തിൽ നമ്മുടെ ഇന്നത്തെ ജോബ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ തെറാപ്പിസ്റ്റ് പുരുഷ നിയമനത്തിന് സംസ്ഥാന സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ഓർ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിയിൽ നിന്നും 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെയും പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ശമ്പളം, എങ്ങനെയാണ് വേതനം എന്ന് ചോദിച്ചാൽ 14,700 രൂപയാണ് പ്രതിമാസമായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഏജ് എങ്ങനെ പറയുന്നത്, വയസ്സ് എത്ര മുകളിൽ എത്രതിന് വരെ, അതായത് എത്ര വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ 9-ന് 40 വയസ്സ് കവിയാത്തവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. അപ്പോൾ അഭിമുഖമായിരിക്കും ഉണ്ടാവുക. ആയുർവേദ ഫാർമസിസ്റ്റ് നിയമനത്തിന് സംസ്ഥാന സർക്കാർ അംഗീകൃത ആയുർവേദ ഫാർമസിസ്റ്റ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഫാർമസിസ്റ്റ് ഇതിന് യോഗ്യതയുള്ള 2025 ഏപ്രിൽ 9-ന് 40 വയസ്സ് കവിയാത്തവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. നമ്മൾ പറഞ്ഞു പ്രതിമാസം അത്രയും ഉണ്ടാവും. ഇനി ഏപ്രിൽ 22-ന് തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലായിരിക്കും വാക്കിന് ഇൻ്റർവ്യൂ നടത്തും. അവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫോം, ബയോഡാറ്റ, ഫോട്ടോ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ എല്ലാം അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം ഹാജരാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അഴീക്കോട്, പുല്ലൂറ്റ് എന്നീ സ്ഥലങ്ങളിലെ നിലവിലുള്ള ഒഴിവുകളിലേക്കും വരാൻ പോകുന്ന ഒഴിവുകളിലേക്കുമാണ് നിയമനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അഴീക്കോട്, പുല്ലൂറ്റ് എന്നീ സ്ഥലങ്ങളിലെ നിലവിലുള്ള ഒഴിവുകളിലേക്കും വരാൻ പോകുന്ന ഒഴിവുകളിലേക്കുമാണ് നിയമനം നടത്തുന്നത്. പിന്നെ തെറാപ്പിസ്റ്റ് അഭിമുഖത്തിന് രാവിലെ 9-നും 10-നും ഇടയിലുള്ള സമയത്തിന് റിപ്പോർട്ട് ചെയ്യണം. ആയുർവേദ ഫാർമസിസ്റ്റ് അഭിമുഖത്തിന് 12-നും 1 മണിക്കും ഇടയിൽ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് സമയം കഴിഞ്ഞു വരുന്ന ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതല്ല എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനൊരു ലിങ്ക് സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നാഷണൽ ആയുഷ് മിഷൻ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റ്, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ഒരു സൈറ്റിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയി ചെയ്യും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അതുമായിട്ട് അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.